അതിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മിഹി തആല നഹ്മദുഹു വനുസല്ലി വനുസല്ലിമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ അമ്മാ ബഅദ്. ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ചില പ്രദേശങ്ങളിലെങ്കിലും ഒരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ല് രണ്ടുപേർ തർക്കം കൂടി ഒരാൾ തോൽക്കുകയും മറ്റേയാൾ ജയിക്കാൻ പോവുകയും ചെയ്യുമ്പോൾ ജയിക്കാൻ പോകുന്ന ആള് തോൽക്കാൻ പോകുന്ന ആളോട് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ല് ഇങ്ങനെയാണ്: നിന്റെ കാര്യം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഇതിവിടെ നടക്കൂല, നിന്റെ കാര്യം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പരിഹാസ സ്വരത്തിൽ നമ്മളൊരു പഴഞ്ചൊല്ല് ഉപയോഗിക്കാറുണ്ട്. ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വൈയക്തികമായ ജീവിതത്തിന്റെ അടിമുതൽ മുടി വരെ മസ്ജിദ് കേന്ദ്രീകരിച്ചാണ്. അവന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ കുടില തൊട്ട് കൊട്ടാരം വരെ സകലമാന സംഗതികളും മസ്ജിദ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഒട്ടകം എവിടെയാണോ യാത്ര അവസാനിപ്പിച്ചത് അവിടെ പള്ളി ഉയർത്തി. കേരളക്കരയിലേക്ക് വിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശവുമായി കടന്നുവന്ന മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയപ്പോ കൊടുങ്ങല്ലൂരിൽ ഉയർത്തിയത് ഒരു പള്ളിയായിരുന്നു. ഈ പള്ളി എന്തായിരുന്നു നമ്മൾ ആലോചിക്കണം. നമ്മൾ ചിലപ്പോ ചിന്തിക്കാറുള്ളത് 5 വക്ത് നിസ്കരിക്കും, നിസ്കാരത്തിനു ശേഷം ഫാൻ ഓഫാക്കും, വാതിലടക്കും, ഇറങ്ങിപ്പോകും, അടുത്ത വക്തിന് നമ്മൾ കയറി വരേണ്ട ഒരു സ്ഥലം എന്ന തലത്തിലാണ് ഒരു പക്ഷേ മസ്ജിദിന്റെ അന്തസ്സത്തയെ കുദ്ദുസായി മുസ്ലിം സമൂഹം ഉൾക്കൊണ്ടതെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് അതിന്റെ വിശാലത, അതിന്റെ പരപ്പ്, അതിന്റെ ആഴം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് അധിനിവേശത്തിന്റെ ദംഷ്ട്രവുമായി കേരളക്കരയിലേക്ക് വാസ്കോഡഗാമ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. 1413 കോഴിക്കോട്ടെ കാപ്പാട് വാസ്കോഡഗാമ കപ്പലിറങ്ങിയപ്പോ ആദ്യമായി ഉയർന്ന ശബ്ദം എവിടെ നിന്നായിരുന്നു? വാസ്കോഡഗാമയോട്, ഓ വെള്ളപ്പിശാചെ, കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചത് കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളിയിൽ വെച്ച് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള് മിഹ്റാബിന്റെ സമീപത്ത് വെച്ച് ഇന്നത്തെ മെഗാഫോണും മൈക്കുമില്ലാതെ ഉച്ചത്തിൽ വാസ്കോഡഗാമയോട് പറഞ്ഞു, ഓ വെള്ളപ്പിശാചെ, ഈ പള്ളി കേരളത്തിൽ നിന്ന് പുറത്തു പോകണം എന്ന് പ്രഖ്യാപിച്ചത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളായിരുന്നു. നിങ്ങൾ ആലോചിക്കൂ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ കേരളം ഭരിക്കുമ്പോ എന്തായിരുന്നു സംഭവിച്ചത്? കേരളം ഭരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആധ്യാത്മികമായ നേതൃത്വം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഏറ്റെടുത്തപ്പോ എന്താ സംഭവിച്ചത്? പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളിയുടെ അകത്തളത്തു വെച്ച് ഇസ്ലാമികമായ സമൂഹത്തിന് നേതൃത്വം നൽകിയ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള് എന്താ സംഭവിച്ചത്? അവിടെയുള്ള മുസ്ലിങ്ങൾ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ അംഗീകരിച്ചു. ആ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ വെച്ച് പറഞ്ഞു, നാളെ നോമ്പാണെന്ന്, നാളെ പെരുന്നാളാണെന്ന്. ആ മാസം കാണുന്ന വിഷയം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പ്രഖ്യാപിച്ചു. ഈജാബിന്റെയും കബൂളിന്റെയും സ്ത്രീക ഉച്ചരിച്ചു കൊടുത്ത് നിക്കാഹിന്റെ കർമ്മത്തിലേക്ക് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള് മുസ്ലിം ഉമ്മത്തിനെ കൈപിടിച്ചു കൊണ്ടുപോയി. അങ്ങനെ കൈപിടിച്ചു കൊണ്ടുപോയപ്പോ ആ പള്ളി കേന്ദ്രീകരിച്ച് ഒരു സുൽത്താൻ ഉണ്ടായിരുന്നു. ആ സുൽത്താനാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. അങ്ങനെ വന്നപ്പോ എന്താ സംഭവിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കണം. കോഴിക്കോട്ടെ സാമൂതിരി രാജാവ്, ഹൈന്ദവ സമൂഹത്തിലെ അംഗമായിരുന്ന സാമൂതിരി രാജാവ്, ആ സാമൂതിരി രാജാവിന് സ്വന്തമായി ശിക്ഷിക്കാനും സ്വന്തമായി രക്ഷിക്കാനും അധികാരമുള്ള കോഴിക്കോട്ടെ തന്റെ ദർബാർ, കോഴിക്കോട്ടെ സാമ്രാജ്യം, എന്റെ ആ സാമ്രാജ്യത്തിലെ പ്രജകൾക്ക് എന്ത് ശിക്ഷ കൊടുക്കാനും സാമൂതിരി രാജാവിന് അധികാരമുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിന്റെ ചരിത്രമെതിയ തൂഫത്തുൽ മുജാഹിദീൻ സൈനുദ്ദീൻ മഖ്ദൂം, ഡോക്ടർ വേലായുധൻ പണിക്കശ്ശേരി മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്ത തൂഫത്തുൽ മുജാഹിദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളും കേരളത്തിന്റെ ചരിത്രമെഴുതിയ പ്രാമാണികരായ ചരിത്ര പണ്ഡിതന്മാരും പറയുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയം എന്താണെന്നറിയുമോ? കോഴിക്കോട്ടെ തന്റെ സാമ്രാജ്യത്തിൽ നിന്ന് സാമൂതിരി രാജാവിന്റെ, ഹൈന്ദവനായ സാമൂതിരി രാജാവിന്റെ സാമ്രാജ്യ വലയത്തിൽ നിന്ന് ഒരു മുസ്ലിം തെറ്റു ചെയ്താൽ, ഒരു മാപ്പിളച്ചെറുക്കൻ തെറ്റു ചെയ്താൽ ആ സാമൂതിരി രാജാവ് ഒരു നടപടി സ്വീകരിക്കുമായിരുന്നില്ല. നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളോട് വിളിച്ചു ചോദിക്കുമായിരുന്നു, ഓ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, എന്റെ സാമ്രാജ്യത്തിലെ
ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം സഹോദരൻ ഇന്ന് തെറ്റു ചെയ്തിട്ടുണ്ട്, ഞാൻ എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത് എന്ന് കോഴിക്കോട്ടെ ഹൈന്ദവനായ സാമൂതിരി രാജാവ് പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളോട് വിളിച്ചു ചോദിച്ചിട്ടാണ് ശിക്ഷ കൊടുക്കുന്നത് എന്ന് കേരളത്തിന്റെ ചരിത്രം നമ്മോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പള്ളി എന്ന് പറയുന്നത് കേവലം നിസ്കാരത്തിന് മാത്രമായി ഒതുക്കാതെ നമ്മുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായി നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ സംസ്കാരം രൂപപ്പെടേണ്ടത് ഒരു പള്ളിയിൽ നിന്നാണ്. ആ പള്ളിയിൽ നിന്ന് പുറത്തു വരുന്നവരിൽ നിന്നാണ് ഒരു സംസ്കാരം രൂപം കൊള്ളേണ്ടത്. ആ സംസ്കാരം രൂപം കൊണ്ടാൽ മാത്രമേ സമൂഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ബഹുമാനായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഒരു സംസ്കാരം തെളിയണം. ആ സംസ്കാരം എന്ന് പറയുന്നത് ജീവിച്ചു കാണിച്ചു കൊടുക്കേണ്ട സംസ്കാരമാണ്. മുസൽമാന്റെ സംസ്കാരം എന്ന് പറയുന്നത് ജീവിച്ചു കാണിച്ചു കൊടുക്കേണ്ട സംസ്കാരമാണ്. ആ ജീവിച്ചു കാണിച്ചു കൊടുക്കേണ്ട സംസ്കാരത്തിന്റെ ഏറ്റവും ആവശ്യം നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുസ്ലിമിനെ കുറിച്ച് ദൂരെ നിന്ന് മാറി നിന്ന് ചിന്തിച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുമ്പോ ഞാനാണ് മുസ്ലിം എന്ന് വിളിച്ചു പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ബഗ്ദാദിന്റെ ചരിത്രം എഴുതിയ ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, ബഗ്ദാദിന്റെ നഗരമധ്യത്തിൽ വന്ന് ഒരു ജൂത സഹോദരൻ വിളിച്ചു പറഞ്ഞു. ആ ജൂത സഹോദരൻ വിളിച്ചു പറഞ്ഞു, ഈ ബഗ്ദാദ് നഗരത്തിന്റെ ഇന്നാണിന്ന ഭാഗത്ത് എനിക്കൊരു വീടും പറമ്പും വിൽക്കാനുണ്ട്, ഞാനത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു, എത്രയാണ് വില എന്ന് ചോദിച്ചപ്പോ ആ ജൂത സഹോദരൻ പറഞ്ഞു, മാർക്കറ്റ് വിലയുടെ 10 ഇരട്ടി കൂടുതൽ ലഭിക്കണം, മാർക്കറ്റ് വിലയുടെ 10 ഇരട്ടി കൂടുതൽ ലഭിക്കണം എന്ന് പറഞ്ഞപ്പോ കണ്ടുനിന്നവരും കേട്ടുനിന്നവരും ചോദിച്ചു, എന്തേ നിന്റെ പറമ്പിന്റെ പ്രത്യേകത? ദിർഹം കായ്ക്കുന്ന മരമുണ്ടോ, ദീനാറ് കായ്ക്കുന്ന മരമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ ജൂത സഹോദരൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്റെ പറമ്പിൽ ദിർഹം കായ്ക്കുന്നില്ല, ദീനാറു കായ്ക്കുന്നില്ല, പക്ഷേ എന്റെ അയൽവാസികൾ മുസ്ലിങ്ങളാണ്, എന്റെ ചുറ്റുഭാഗത്തും ജീവിക്കുന്നത് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് എന്റെ വീട് വാങ്ങിച്ചാൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് തനിയെ താമസിപ്പിച്ച് ഈ അണ്ടക്കടാഹം ഈ ബ്രഹ്മാണ്ടം ചുറ്റിക്കറങ്ങി വന്നാലും നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുടുംബം സുരക്ഷിതരായിരിക്കും. എന്തുകൊണ്ടെന്നാൽ എന്റെ അയൽവാസികൾ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഈ വില മാർക്കറ്റ് വിലയുടെ 10 ഇരട്ടി കൂടുതൽ വിലക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ജൂത സഹോദരൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സംസ്കാരത്തിന്റെ പ്രഭവ കേന്ദ്രം ഈ മസ്ജിദുകളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ